കൂട്ടുകാരെ, കുഞ്ഞി പൂമ്പാറ്റകളെ, മുട്ടൻ പൂമ്പാറ്റകളെ, പറക്കുവാൻ ഇഷ്ടമുള്ള, കളിക്കുവാൻ ഇഷ്ടമുള്ള, പൂക്കളിൽ നിന്ന് തേൻ നുകരുവാൻ ഇഷ്ടമുള്ള കൊച്ചു കൂട്ടുകാരെ, DSMC നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പൂമ്പാറ്റകളിലേക്ക്. വെൽക്കം ടു ദ പൂമ്പാറ്റകൾ. പേന 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 പേന. എനിക്ക് വേണം. ഇവന് വേണം. ഇവന് എൻ്റെ പേനകളൊക്കെ ഇവന് എടുക്കാറുണ്ട്. ഫ്രണ്ട്സ്, ദാ ഞാനും നിങ്ങളുടെ കൂട്ടുകാരനായ കുക്കു ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇന്ന് തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ചൂസ് ചെയ്യുക, ചോയ്സ് ഈസ് യുവേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇവിടെ 2 പേനയുണ്ട്. സോ ചോയ്സ് ഈസ് യുവേഴ്സ്. ടിങ്കു, നിനക്ക് ഏതാണ് വേണ്ടത്? ഈ ബ്ലാക്ക് കളർ പേനയാണോ? സോ ഇന്നിപ്പുറത്ത് ഇരിക്കുന്ന പേനയാണോ വേണ്ടത്? ഏതാണ് നിനക്ക് വേണ്ടത്? എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന പേനയാണ് വേണ്ടത്. എനിക്കതാ ഇഷ്ടം. എന്താ നീ അത് ചൂസ് ചെയ്യാൻ കാരണം? അതിന് 1, 2, 3, 4, 5 കളറുണ്ട്. ഓക്കെ, അവൻ പറയുന്നത് ഇതിന് 5 കളറുണ്ട്, അതുകൊണ്ടാണ് അവൻ ചൂസ് ചെയ്തത്. സോ ഞാനെന്നത് ഇത് ചൂസ് ചെയ്യുന്നു. നീ എന്താ അത് ചൂസ് ചെയ്യാൻ കാരണം? ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ വിലയാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു പേനയാണ്. സോ ഇത് വളരെ വില കുറഞ്ഞ പേനയാണ്, പക്ഷേ ഇത് ഭയങ്കര വിലപിടിപ്പുള്ള പേനയാണ്. സോ ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ തിരഞ്ഞെടുത്തത് നല്ല പേനയാണല്ലേ? നല്ല പേന തന്നെ, നിനക്ക് എല്ലാ കളറും യൂസ് ചെയ്യാൻ പറ്റും, നല്ല പേന തന്നെ. പക്ഷേ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനാണ് ഇതിൻ്റെ വില കൂടുതൽ. ഫ്രണ്ട്സ്, ഇങ്ങനൊരു വാക്കുണ്ട്, ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 3 വഴികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഏതൊക്കെയാ 3 വഴി? 3 വഴി ഇതാണ്: ഗോഡ്സ് വേ, മൈ വേ ആൻഡ് വേൾഡ്സ് വേ. ദൈവത്തിൻ്റെ വഴിയും എൻ്റെ വഴിയും ലോകത്തിൻ്റെ വഴിയും. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ചില പറയും ഞാൻ എൻ്റെ വഴിക്ക് പാട്ടിന് പോവുക, എൻ്റെ വഴിക്ക് പോവുക എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെക്കാട്ടിലും പക്വതയുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ചിന്ത. നമ്മളതിനെ പുച്ഛിച്ച് തള്ളാറുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞു കൊടുക്കുന്ന വഴി ഏതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഗോഡ്സ് വേ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവികമായി ലഭിക്കുന്ന കഴിവാണത്. ഗോഡ്സ് വേ എന്താണെന്ന് തിരിച്ചറിയാം. ബൈബിളിലെ ഒരു ക്യാരക്ടറിനെ നമുക്കറിയാം, നോഹ. നോഹയെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? മറ്റുള്ള ആൾക്കാരെല്ലാം നോക്കി വളരെ വേണ്ടാത്ത വഴിയിൽ ജീവിച്ചു, തെറ്റിൽ ജീവിച്ചു. എന്നാൽ നോഹ വളരെ നീതിമാനായിട്ട് ജീവിച്ചു, ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിച്ചു. ഓക്കെ, അതുകൊണ്ടായിരിക്കും അവനെ തിരഞ്ഞെടുത്തതല്ലേ? യെസ്, അതുകൊണ്ടാണ് അവനെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. സോ അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നമുക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ചോയ്സ് ഈസ് യുവേഴ്സ്. പക്ഷേ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാ 3 കാര്യം? അത് പറഞ്ഞ് കേൾക്കട്ടെ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, വിവേകപൂർവ്വം തിരഞ്ഞെടുക്കണം. വൈസ്ലി ആയിരിക്കണം നമ്മുടെ തിരഞ്ഞെടുപ്പ്. വിവേകപൂർവ്വം തിരഞ്ഞെടുക്കണം. 2, വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, നമ്മുടെ ഒരു മടിയും കാണിക്കാതെ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കണം. മറ്റൊന്ന്, ഒപ്പോസ് ചെയ്യാതെ തിരഞ്ഞെടുക്കണം. നോഹ എങ്ങനെയായിരുന്നു? നോ പറഞ്ഞില്ല, ഒപ്പോസ് ചെയ്തില്ല. ഓക്കെ ഓക്കെ, മറ്റുള്ളവർ പക്ഷേ അവനെ കളിയാക്കിയല്ലേ? അവനെ കളിയാക്കി, മറ്റുള്ളവരെല്ലാം അവനെ കളിയാക്കി. പക്ഷേ അവൻ വിവേകപൂർവ്വം ദൈവത്തോടൊപ്പം നിന്നു. ദൈവത്തോടൊപ്പം നിന്നതുകൊണ്ട് അവൻ്റെ തിരഞ്ഞെടുപ്പിന് ഏറ്റവും ഫലം ഉണ്ടായിത്തീർന്നു. ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുകാരനായി തീരുവാൻ അവന് തീർച്ചയായിട്ടും കഴിഞ്ഞു. ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ ചോയ്സ് ഈസ് യുവേഴ്സ്. യൂസ് യുവർ ബ്രെയിൻ പ്രോപ്പർലി, അല്ലെങ്കിൽ തിങ്ക് പ്രോപ്പർലി എന്ന് പറയും. അതുകൊണ്ട് വയസ്സായിട്ട് വിവേകപൂർവ്വം ഒരു ഹെസിറ്റേഷനും കൂടാതെ ഒപ്പോസ് ചെയ്യാതെ ചൂസ് ചെയ്യാൻ നമുക്ക് കഴിയണം. നീ അങ്ങനെ സമ്മതിക്കുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേൾഡ്സ് വേ അല്ല, ഐ വേ അല്ല, ഗോഡ്സ് വേ. ഓക്കെ, വേൾഡ്സ് വേ അല്ല, മൈ വേ അല്ല, ഗോഡ്സ് വേ. റൈറ്റ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ.
ഫ്രണ്ട്സ്, മറ്റൊരു ഗെയിമിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഗെയിം ഇഷ്ടമാണല്ലേ? ഇന്നൊരു ബൈബിൾ ഓറിയൻറ്റഡ് ഗെയിമാണ്, എന്നാൽ ഇതൊരു ഇമാജിനറി ഗെയിമാണ്. സോ നമുക്ക് ആക്ച്വൽ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ഇമാജിനറി ലെവലിലുള്ള ഒരു ഗെയിമായിട്ട് ഇതിനെ കാണണം. സോ ഡ്രസ് കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? പുതിയ പുതിയ ഉടുപ്പുകളൊക്കെ കിട്ടുന്നത് എന്ത് രസമല്ലേ? നല്ല രസമാണ്. ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക്. ഓക്കെ, ഞാനൊരു ഡ്രസ്സിനെക്കുറിച്ചൊരു ഇലാബറേഷൻ ഡിസ്ക്രിപ്ഷൻ നൽകും. സോ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ആ ബൈബിൾ ക്യാരക്ടർ ആരാണെന്ന് കണ്ടുപിടിക്കണം. നോക്കാം, ജസ്റ്റ് ഫണ്ണാണിത്. സോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ കണ്ടുപിടിക്കുക. പക്ഷെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാ 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 15 സെക്കൻഡ്സ് ടൈം നിങ്ങൾക്ക് കിട്ടും. ആ 15 സെക്കൻഡ്സിനകത്ത് നിന്നുകൊണ്ട് ഒരു ഗസ് വർക്ക് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഇമാജിനറി വേൾഡിൽ നിങ്ങളൊരു ഗസ് വർക്ക് ചെയ്യണം. സോ റെഡിയാണല്ലോ? ഇതാ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പടയാളികൾ ആ മനുഷ്യന് കടുനിറത്തിലുള്ള ഒരു മേലങ്കി നൽകി. ആ മനുഷ്യൻ ആരാണ്? പടയാളികളാണ് കൊടുത്തത്, മേലങ്കിയാണ് കൊടുത്തത്. ആ മനുഷ്യനാരാണ്? സിമ്പിളാണ്. പടയാളികൾ ഒരു ഡ്രസ് കോസ്റ്റ്യൂം കൊടുത്ത ബൈബിളിലെ ക്യാരക്ടർ ആരാണെന്നാണ് ചോദ്യം. 10 സെക്കൻഡ്സ് കഴിഞ്ഞു. ഒരു 5 more സെക്കൻഡ്സ് കൂടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. യെസ്, ആൻസർ ഇതാണ്. JESUS, ജീസസ്. യേശു കർത്താവിനാണ് ആ മേലങ്കി നൽകിയത്, കടും നിറത്തിലുള്ളൊരു മേലങ്കി നൽകിയത്. ഓക്കെ, ആരെങ്കിലും കറക്റ്റായിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്, കുറേ പേരുണ്ട്. റൈറ്റ്, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം. ഒരു വെളുത്ത വസ്ത്രം നൽകുന്നതായി ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ ഒരു ക്ലൂ തരാം. റെവലേഷൻസിനാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഒരു വെളുത്ത മേലങ്കി നൽകുന്നത് ആർക്കാണെന്ന് റെവലേഷൻസ് പറയുന്നുണ്ട്. സോ ആർക്കാണ് ആ വെളുത്ത മേലങ്കി കൊടുക്കുന്നത്? ആൻസർ 10 സെക്കൻഡ്സ് നിങ്ങൾക്ക് ടൈം തരും. വെളുത്ത മേലങ്കി ലഭിക്കുന്നത് ആർക്കാണ്? വെളുത്ത മേലങ്കി അത് മറ്റാർക്കല്ല. ആൻസർ ഇതാണ്. രക്തസാക്ഷികളായിട്ടുള്ള സെയിൻസിനാണ്, മാർട്ടേഡ് സെയിൻസിനാണ് ആ വെളുത്ത മേലങ്കി നൽകപ്പെടുന്നത്. സോ ആൻസർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? യെസ്, റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം. ഇനി ഒരു ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. എ മൾട്ടി കളേർഡ് കോട്ട്, പല നിറത്തിലുള്ള ഒരു കോട്ട് ഒരാൾക്ക് കൊടുത്തു. ആർക്കാണ് ആ കോട്ട് കിട്ടിയത്? സിമ്പിളല്ലേ? എ കോട്ട്, ഒരു ഫുൾ ഗൗൺ കോട്ട് ലഭിച്ച ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കഥാപാത്രം ആരാണെന്നുള്ളതാണ് വാട്ട് ടു വിയർ എന്നുള്ള ഈ ഗെയിമിനകത്ത് ചോദിക്കുന്നത്. സോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, തമ്മി പറയാം. ആൻസർ ഇതാണ്. 15 സെക്കൻഡ്സ് കഴിയുന്നു. ജോസഫ് എന്നുള്ളതാണ് ആൻസർ. ജോസഫ്. കറക്റ്റായിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് നേരെ ന്യൂ ടെസ്റ്റ്മെൻറ്റിലോട്ട് പോവുകയാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കും. ഞാൻ ക്ലൂ ആദ്യം തന്നെ പറയുക. ചോദ്യം ഇതാണ്. എ ക്യാമൽ ഹെയർ ക്ലോത്ത് ഗൗൺ അല്ലെങ്കിൽ ഡ്രസ്. ക്യാമൽ, ഒട്ടക രോമം കൊണ്ടുള്ള ഡ്രസ്സ് ധരിച്ച ആള് ആരാണ്? ഒട്ടകരോമോ? ഒട്ടകരോമം കൊണ്ടൊക്കെ ഉള്ള ഡ്രസ്സുണ്ടല്ലേ? അങ്ങനെ ഡ്രസ്സ് ധരിച്ച ഒരാൾ ബൈബിളിലുണ്ട്. ആരാണ് അത്? ആ ആള്. കൗണ്ട് ഡൗൺ തീരാൻ പോകുന്നു. യെസ്, ആൻസർ ഇതാണ്. യോഹന്നാൻ സ്നാപകൻ എന്നുള്ളതാണ്, ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്നുള്ളതാണ് ആൻസർ. ചില കൂട്ടുകാരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, കൊള്ളാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടു വിയർ എന്നുള്ള ഈ ആക്ടിവിറ്റിയിലാതെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചില ലീവ്സൊക്കെ വെച്ച് ഡ്രസ്സ് ഉണ്ടാക്കി. ലീഫ്, ഇലകൾ വെച്ച്, ഇലകൾ തുന്നി ചേർത്ത് ഡ്രസ്സ് ഉണ്ടാക്കിയ ആളാരാണ്? അത് സിമ്പിളല്ലേ?
ഇലകൾ വെച്ചുള്ള തുണികൾ ഡ്രസ്സ് ഉണ്ടാക്കിയ ആൾ. യെസ്, എക്സാക്ട്ലി കറക്റ്റ്. അത് മറ്റാരും അല്ല, നമ്മുടെ ആദമേട്ടനും ഹൗവ ചേച്ചിയാണ്. സോ അങ്ങനെ ഡ്രസ്സ് ഉണ്ടാക്കിയത്. സോ നിങ്ങൾക്ക് 5 ആൻസറും കറക്റ്റായിട്ട് എഴുതിയ ചില കൂട്ടുകാരുണ്ട്, മനസ്സിലാക്കിയ ചില കൂട്ടുകാരുണ്ട്. ചില ഡ്രസ്സിൻ്റെ ക്ലൂ ഒക്കെ നൽകിയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിച്ചതാണ്. എനിവേ, വെരി ഗുഡ്. എനിവേ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. 5 പോയിൻറ്റും കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം അറിയിക്കുന്നു. മറ്റ് പുതിയ പുതിയ ഗെയിംസുമായിട്ടും ടെക്നിക്സുമായിട്ടും ഒക്കെ വീണ്ടും വരാം. വീണ്ടും നമുക്ക് കാണാം. പൂമ്പാറ്റകൾ എന്ന ഈ ഒരു സെഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു. എൻജോയ് പൂമ്പാറ്റകളെ. ബൈ ബൈ, ടാറ്റാ.